ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഒരു മീൻ പൊള്ളിച്ചാലോ? നല്ല അടിപൊളി ഒരു മീൻ നിൽക്കാതെ വാങ്ങിക്കൊണ്ട് കേട്ടോ. പൂമീനോ എന്താണ് അതിൻ്റെ പേര്. എന്തായാലും നല്ല വലിയൊരു മീനാണ്. അപ്പം എൻ്റെ ഇവിടെ വിരുന്നാർ വരുന്നുണ്ട്. അപ്പം അതിലേക്ക് പൊള്ളിക്കാൻ വിചാരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ അതുണ്ടാക്കാൻ നോക്കട്ടോ. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ആദ്യം അതിൻ്റെ കായം അരച്ചെടുക്കണം കേട്ടോ. അതിലേക്കുള്ള മസാല നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് എല്ലാം ഇട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നാൽ അതൊരു തട്ടിലേക്ക് വെച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ചുകൊണ്ട് നല്ല മിക്സ് ചെയ്തുകൊണ്ട് ഈ മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എല്ലാ സ്ഥലത്തും നല്ലോണം മീൻ കായം തേക്കണം കേട്ടോ. കണ്ടോ, അതിൻ്റെ വടവിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണേ. അപ്പോഴാണ് മീനിന് ടേസ്റ്റ് വരുള്ളൂ. കായം അതിലേക്ക് പിടിക്കുമ്പോഴാണല്ലോ മീനിന് ടേസ്റ്റ് കിട്ടുക. നല്ല തേച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ ഞാൻ വെറുതെ ഒരു മസാല ഉണ്ടാക്കി കേട്ടോ. കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് ഒരു മുട്ട പുഴുങ്ങിയതിലിട്ടുങ്ങാണ്ട് പിന്നെ അങ്ങനൊരു മസാല ഞാൻ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കും. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഞാനൊരു രസത്തിനും വേണ്ടി ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളൊരു കോയിൽ പേപ്പർ എടുത്തുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് ഇത് നല്ലോണം പൊതിഞ്ഞെടുക്കണം. ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, തക്കാളി, കറിവേപ്പില ഒക്കെ ഒന്ന് മുകളിൽ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്യട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചുകൊണ്ട് നല്ലോണം അത് എന്താട്ടണം, ആ കോയിൽ പേപ്പറിൽ നല്ല പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഒരു വിടവ് പോലും ഉണ്ടാവരുത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ നീരൊന്ന് പുറത്തേക്ക് പോകരുത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാ എണ്ണയും ഒന്നും നമ്മുടെ ശരീരത്തിൽ വരില്ലല്ലോ. ഇത് നല്ലതാക്കിയിട്ടുണ്ടാക്കും. പൊയിഞ്ഞെടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്കും വേണ്ടി നൂലുകൊണ്ടൊക്കെ ഒന്ന് കെട്ടിക്കണം കേട്ടോ. കാരണം എനിക്കൊരു പേടി അങ്ങനെ തുറന്ന് പോന്നാലോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല. നല്ല പൊതിഞ്ഞാൽ തന്നെ റെഡിയാവും. എന്നിട്ട് ഞാനപ്പോഴത്തേന് ഓവന് ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഓവനൊന്ന് ഓണാക്കിയിട്ടാണ്. എന്നിട്ട് ഓവനിലിട്ടാണ് ഞാനിത് പൊള്ളിക്കുന്നത് കേട്ടോ. അപ്പം ഓവനിൽ ഒരു ഭാഗം വേവാൻ എനിക്ക് 3/4 മണിക്കൂറോളം എടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ ഭാഗം മറിച്ചിട്ട് കണ്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ 2 ഭാഗം കൂടി അങ്ങനെ ആയപ്പോൾ നല്ല അടിപൊളി വെന്തും ചെയ്തിക്കണ്. നല്ല ടേസ്റ്റും ഉണ്ടായി. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണ്ടി. ഇത്ര വലിയ മീൻ തന്നെ ആവണമെന്നില്ല കേട്ടോ. എന്ത് മീൻ നമുക്ക് കിട്ടിയാലും ഒന്ന് ചെയ്ത് വെക്കണ്ടി. അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെ തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് പിന്നെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒക്കെ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് നോക്കട്ടെ. അത് വേവുമ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയിൽ നല്ല ടേസ്റ്റ് തന്നെ, നല്ല ടേസ്റ്റ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇത്ര വലിയ മീനാവണമെന്നൊന്നുമില്ല. അവനക്ക് കിട്ടുന്ന ചെറിയ മീനായാലും ഓക്കെയാണ്. എന്തായാലും എല്ലാവരും ചെയ്ത് എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ, ചെയ്തവരൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട്? പൂമീൻ പറഞ്ഞ മീനാട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ പൂമീൻ പറഞ്ഞ മീൻ ഞങ്ങൾ
ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂട്ടുന്നത് ആ മീൻ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നല്ലോണം വെന്തും ചെയ്തണ്. ഒരു തുള്ളി എണ്ണ ഇതിലേക്ക് വേണ്ട, അതാണ് ഇതിൻ്റെ ഇത് കേട്ടോ ഹൈലൈറ്റ് പറഞ്ഞ്. അല്ലെങ്കിൽ ഇത്ര വലിയ മീൻ പൊരിച്ചെടുക്കാനൊക്കെ നമുക്ക് എത്ര എണ്ണ വേണ്ടി വരും.